ശ്രീ ആർ വി ബാബു ജോസ് തോമസ് അദ്ദേഹം ഫിലിം ഡയറക്ടർ കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം ഫിക്ഷനാണ്, എന്തിനാണ് അതിന്മേൽ ഇത്രമാത്രം വാശി പിടിക്കുന്നത് എന്ന്. ജോസ് തോമസ് ഈ കാര്യം മനസ്സിലാക്കാതെ പറയുന്നതല്ല അത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമകളായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറിക്ക് ആ സൗജന്യം കൊടുക്കാൻ ഇവിടെ ആരും തയ്യാറായില്ലല്ലോ. സിനിമകളായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ കാശ്മീർ ഫയൽസിന് ആ സൗജന്യം കൊടുക്കാനായിട്ട് ആ രീതിയിൽ കാണാനായിട്ട് ആരും തയ്യാറായില്ലല്ലോ. അതിനൊക്കെ അന്ന് വിമർശിച്ച് വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് കീറിപ്പൊളിക്കുകയായിരുന്നു കേരളത്തിൽ. നമ്മൾ ഈ ചർച്ച അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മളും ഈ ന്യൂസ് 18 നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സെലക്റ്റീവാണ് പല കാര്യങ്ങളും. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പറഞ്ഞു, അതായത് അപ്പുറത്തുള്ള ആൾക്കാരെ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമായിരുന്നോ, ഒരു ബാലൻസിങ് ഉണ്ടായാൽ തൃപ്തിയാകുമായിരുന്നോ? പലപ്പോഴും ഈ ബാലൻസിങ് ഇല്ലാത്തതാണ് പ്രശ്നം സർ. മറിച്ച് ഏത് വിഷയവും ഏകപക്ഷീയമായ ആക്രമണത്തിന് വിധേയമാകുമ്പോഴാണ് ആ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഞാൻ ശ്രീ ജോസ് തോമസ് സാറിനെ ഒരു ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കിക്കാം. അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ നിർമാല്യം എന്ന സിനിമ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? നിർമാല്യം ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച സിനിമയല്ലേ അത്? ഞാനത് 2 തവണ കണ്ട സിനിമയാണ്. നിർമാല്യം ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. 2 തവണ കണ്ട സിനിമയാണ്. അന്ന് ഇല്ലാത്ത പ്രശ്നം ഇന്ന് കാണുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താ? നിർമാല്യം പോലെ ഒരു സിനിമ പിന്നീട് ഇറക്കാൻ ധൈര്യപ്പെടാത്തതിൻ്റെ കാരണം എന്താ? കാരണം അത് പലപ്പോഴും ഈ സിനിമ എടുക്കുന്നവരും കഥ എഴുതുന്നവരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവർ ഒരു പക്ഷത്തെ മാത്രം ആക്രമിക്കുന്നു, ഒരു പക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു. ഇപ്പം ഇവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. പൃഥ്വിരാജിൻ്റെ ഇന്റൻഷൻ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലക്ഷദ്വീപിന്റെ കാര്യത്തിലാകട്ടെ, CAA വിഷയത്തിലാകട്ടെ, ഓരോ വിഷയത്തിലും പൃഥ്വിരാജ് എടുത്ത രാഷ്ട്രീയ നിലപാടും കൂടിയും ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. സ്വാഭാവികമല്ലേ? എപ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പൃഥ്വിരാജിന്റെ മുൻ നിലപാടുകളും ഈ സിനിമയിൽ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടും കൂടിയും ചേർത്ത് വെച്ച് ആളുകൾ പ്രേക്ഷകരത് വായിക്കില്ലേ? അപ്പൊ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപം മുസ്ലിങ്ങളെ ഏകപക്ഷീയമായി കൊന്നൊടുക്കിയതാണ്. ഗതാഗതത്തായ മുരളി ഗോപിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് വേറൊരു ചർച്ചയായിരുന്നു കേരള സമൂഹത്തിൽ നടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അതിന്റെ തിരക്കഥാകൃത്തായിരുന്നുവല്ലോ. അന്ന് അദ്ദേഹം ഏത് രീതിയിലുള്ള വിമർശനമാണ് ഏറ്റുവാങ്ങിയത്? അല്ല, ഞാൻ മുരളി ഗോപിയെ കുറിച്ചല്ല പറഞ്ഞത്. സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയത് മുഴുവൻ സിനിമയാക്കണം എന്നില്ലല്ലോ. അത് സംവിധായകന്റെയും കൂടിയും, അത് ജോസ് തോമസ് സാറിന് അറിയാമല്ലോ, സംവിധായകനും കൂടി അറിഞ്ഞുകൊണ്ടല്ലാതെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലേക്ക് അതേ സ്ക്രിപ്റ്റ് തന്നെ വേണം എന്ന് നിഷ്കർഷിക്കുകയാ, അതേ രീതിയിൽ സിനിമ എടുക്കുമ്പോൾ അതിലൂടെ ഒരു മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലേ? ഇപ്പൊ ഇവിടെ നോക്കൂ, തീർത്തും നിഷ്കളങ്കമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അതായത് ബാബു, അങ്ങനെയാണെങ്കിൽ മുരളി ഗോപി എഴുതി വെച്ച സ്ക്രിപ്റ്റ്, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അതിനെ കീഴ്മേൽ മറിച്ചു എന്ന് പറയേണ്ടി വരുമല്ലോ. ആ പ്രചാരണവും നടക്കുന്നുണ്ടല്ലോ. അത് മുരളി ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. എനിക്കതിനെ കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. മുരളി ഗോപി പറയണം, താൻ എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ അക്ഷരം പ്രതി മാറ്റാതെയാണ് ഈ സിനിമ ഉണ്ടായത് എന്ന് മുരളി ഗോപി വ്യക്തമാക്കിയാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ സിനിമ ആസ് സച്ച് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താ? നോക്കൂ, കേരളത്തിലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനം, ജോസ് തോമസ് സാർ എന്താണ്, നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? ആ പ്രസ്ഥാനത്ത് അത് കേവലം ഫിക്ഷനാണ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുമോ? ആ പ്രസ്ഥാനം അക്രമത്തിന്റെ എന്നുള്ള പ്രചാരണം പോലും നടക്കുന്നുണ്ട് എന്നാണ്. അല്ല, ക്രിസ്ത്യാനികൾ ഈ സിനിമ കാണരുത് എന്ന് പറയുന്നത് വേറൊരു ആംഗിളിലാണ്. അത് ലൂസിഫർ ഇറങ്ങിയപ്പോഴും ആ ചർച്ച ഉണ്ടായിരുന്നു. അതായത് ചെകുത്താൻ എന്ന ആ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്നും അത് ക്രൈസ്റ്റിന്റെ സങ്കല്പങ്ങൾക്കെതിരാണ് എന്നും ഉള്ള വ്യാഖ്യാനങ്ങൾ ലൂസിഫർ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. അത് തന്നെ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ ഏതെങ്കിലും സംഘടന സിനിമ കാണരുതെന്നോ ഒന്നും ഒരു ആഹ്വാനം ചെയ്തിട്ടില്ല. മറിച്ച് ഈ സിനിമയുടെ പോരായ്മകൾ
ഒരു തീം എന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ സിനിമ കൃത്യമായ ഒരു വിഭജനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സിനിമ കൊണ്ട് യഥാർത്ഥത്തിൽ വലിയ ദോഷമുണ്ടാക്കുന്നത് ഈ നാട്ടിൽ സത്യത്തിൽ തീവ്രവാദികളായിട്ടുള്ള ആ സംഘടനകളെയും ആളുകളെയും അവരെ തൊടാതെ ഏത് പ്രസ്ഥാനങ്ങളാണ് ഇവിടെ നിരോധിക്കപ്പെട്ടത്, ഏതൊക്കെ സംഘടനകളാണ് നിരോധിക്കപ്പെട്ടത്, അത്തരം ആശയ പരിസരത്തെ തൊടാതെ ഹിന്ദുത്വ എന്ന ആശയം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയെ ബിംബവൽക്കരിച്ച് അത് തിന്മകളുടെ മൊത്തം കുത്തകയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം, എല്ലാ തിന്മകളുടെയും ഉത്തരവാദിത്വം അതിനാണ് എന്ന് വരുത്തുന്നത് കേവലം ഫിക്ഷന്റെ ആ അലങ്കാരത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മാത്രം കാണാൻ നമുക്കാവില്ല. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ രാഷ്ട്രീയത്തെ കാണാതിരിക്കാൻ സാധ്യമല്ല. ഇതിലെന്തറിയോ, നമുക്ക് സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ അവലോകനം ചെയ്തുകൂടെ? ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദുത്വവാദിയല്ല. ഹിന്ദുത്വവാദികളോട് ഡിബേറ്റ് ചെയ്യുകയും എന്നാൽ ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്നതാണ്. ശ്രീ RV ബാബു പറഞ്ഞത്, ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് വളരെ ഫാക്ട് അല്ലേ? നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് എന്തിനാ? ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. നമ്മൾ ഇനി അല്ലെന്ന് പറഞ്ഞ് എന്താ അർത്ഥം? ആ സിനിമ കാണുന്ന ആർക്കും അത് മനസ്സിലാവില്ലേ? ബാബാ ബജരംഗി എന്ന പേര് കൃത്യമായിട്ട് അഖണ്ഡ ശക്തി മോർച്ച, ശ്രീ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻജിയെ പോലും വളരെ അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അടക്കം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമുള്ള ആ പദപ്രയോഗമൊക്കെ അണ്ണ തുടങ്ങിയ പ്രയോഗമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതൊന്നും ശ്രീ കെ സുരേന്ദ്രനെ പോലെയോ ഏത് നേതാവിനെതിരെ പോലെയോ തമാശയ്ക്ക് കൊണ്ടുവരുന്നത്. കാര്യം റിയൽ ലൈഫ് റിഫ്ലക്ഷൻ ഉണ്ടല്ലേ. പക്ഷേ ഈ സിനിമ ഗംഭീരമാണ്. അവിടെയാണ് ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെക്കുന്നുണ്ട്. അതിനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ സ്പേസ് കൊടുക്കണം. എനിക്ക് ഈ സിനിമ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം കുറെ കൂടെ ഒരു സെൻട്രിസ്റ്റ് സ്പേസിൽ നിന്നാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ റൈറ്റ് വിങ് എന്നോ ഹിന്ദുത്വ റൈറ്റ് വിങ്ങോ പറയുന്ന വിമർശനം വാലിഡ് ആണ്. കാര്യം ഗോദ്രെ അടക്കമുള്ള കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ബാലൻസ് ഉണ്ടാകുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാനിലെ ജിഹാദി ട്രെയിനിങ്ങിനെ കുറിച്ചോ ഇസ്ലാമിക് ട്രെയിനിങ്ങിനെ കുറിച്ചോ ഇതിൽ പരാമർശമുണ്ട്. അങ്ങനെ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റും. ഈ സിനിമയുടെ രാഷ്ട്രീയം പോസിറ്റീവ്ലി കാണുകയാണെങ്കിൽ മോഹൻലാൽ അവസാനം പറയുന്നുണ്ട്, പൃഥ്വിരാജും മോഹൻലാലും പ്രതികാരം ചോദിക്കുമ്പോൾ മലബാറി എന്നവർ വിളിക്കുമ്പോൾ മലബാറി അല്ല മലയാള ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യസ്നേഹത്തിന്റെ ആംഗിൾ ഉണ്ട്. അപ്പൊ ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് സമ്മതിക്കാൻ പൃഥ്വിരാജിന് മടി കാണില്ല, മോഹൻലാലിന് മടി കാണില്ല, മുരളി ഗോപിക്ക് മടി കാണില്ല. നമ്മൾ എന്തിനാ മടി കാണിക്കുന്നത്? അപ്പൊ അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ് എന്ന് നമ്മൾ സത്യസന്ധമായി അറിയണം. ഇനി ഒരു കാര്യം കൂടെ, മുരളി ഗോപി അടക്കം ശ്രീ ടിയാനിൽ ഇതേ ടോപ്പിക് തന്നെയാണ്. ഹിന്ദു മുസ്ലിം ഐക്യം വേണം, എന്നാൽ തീവ്ര ഹിന്ദുത്വവാദം വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഹ്മണനായ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രവും സൂഫി മുസ്ലിമായ പൃഥ്വിരാജിന്റെ കഥാപാത്രവും ഒരുമിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഭയങ്കര രസകരമാണ്. അത് ഹരിഹര ബുക്ക അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം തുടങ്ങിയ രണ്ട് ബ്രദേഴ്സിന്റെ പുനർജന്മമാണെന്നൊക്കെ കാണിച്ചു. ഫിക്ഷൻ എന്നുള്ള ആനുകൂല്യം എന്തിനു നൽകുന്നു എന്നാണ് RV ബാബുവാണ് അത് ഉന്നയിച്ചത്. ഫിക്ഷൻ എന്ന ആനുകൂല്യം എന്തിന് ഉന്നയിക്കുന്നു എന്നാണ്. താങ്കളാണല്ലോ ഫിക്ഷനെ പറ്റി പറഞ്ഞത്, ഫിക്ഷനായിട്ട് കണ്ടാൽ പോരെ എന്ന്. അതെ, നേരത്തെ സംസാരിച്ചപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞു, മേപ്പിളിയ എന്ന സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു, ഒരുപാട് ആരോപണങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. ഒരു ആംബുലൻസ് കാണുമ്പോൾ അത് ആംബുലൻസ് ആയിട്ട് കാണുന്നത് സേവാഭാരതിയുടെ RSSന്റെ ആണെന്ന് കാണുന്നവന്റെ കണ്ണിനാണ്, അവന്റെ മനസ്സിനാണ് കുഴപ്പം. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സിനിമകൾ നേരത്തെയും വന്നിട്ടുണ്ട്, മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഈ വികാര പ്രകടനങ്ങൾ ഇന്നുണ്ടാവുന്നതിന്റെ കാരണം എന്താണ്? രാഷ്ട്രീയക്കാർ അതിലേക്ക് കുത്തി നിറയ്ക്കുന്ന ഒരുപാട് ആശയങ്ങളാണ്. ഇപ്പോൾ ഇത് BJP അല്ലെങ്കിൽ RSSനെ വിമർശിക്കുന്ന സിനിമയാണ് എന്ന് പലരും പറയുന്നു. ഞാൻ നേരത്തെ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ സിനിമ കണ്ടില്ല. മഞ്ജുഷ ഒരൊറ്റ കാര്യം മാത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ ഒറ്റ സെക്കൻഡ് സാറേ, ഈ വിഷയം വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ സാധാരണ ഇപ്പൊ സന്ദേശം സിനിമയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അറബിക്കഥയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒട്ടനവധി സിനിമകൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ഒട്ടനവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നുമല്ല എതിർപ്പ്. ഈ വിഷയം വളരെ സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു പാകത, ഒരു അവധാനത ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കിത് പറഞ്ഞത് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്.